മാമി തിരോധാന കേസിനെക്കുറിച്ച് സംസാരിക്കുമെന്ന PV അൻവർ MLAയുടെ നിലമ്പൂരിലെ പ്രസംഗം കേട്ടറിഞ്ഞും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച സന്ദേശം കണ്ടു. മുതലക്കുളം മൈതാനിയിൽ തിങ്കളാഴ്ച വൈകിട്ടോടെ തന്നെ ജനം എത്തിത്തുടങ്ങിയിരുന്നു. 6:30-ക്ക് കൃത്യമായി ആരംഭിച്ച് പ്രഖ്യാപിച്ച പരിപാടിക്ക് കൃത്യസമയത്ത് തന്നെ അൻവർ എത്തിയെങ്കിലും പട്ടാളപ്പള്ളിയിൽ പോയി നിസ്കരിച്ച ശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് കയറിയത്. മതസൗഹാർദ്ദത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കാൻ RSSുമായി ചേർന്ന് കേരളീയ സമൂഹത്തെ അപരവൽക്കരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണമാണ് PV അൻവർ MLA ഉന്നയിച്ചത്. മലപ്പുറം ജില്ല ഏറ്റവും വലിയ ക്രിമിനലുകളുടെ ജില്ലയാണെന്നാണ് മുഖ്യമന്ത്രി ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. സ്വർണ്ണക്കടത്ത് കേസുകൾ ഒരു സമുദായത്തിനു മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ADGP MR അജിത് കുമാറിനു മുകളിൽ ഒരു പരുന്തും പറക്കില്ല. മുഖ്യമന്ത്രി അജിത് കുമാറിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പോലീസിലെ ഈ ക്രിമിനൽ വൽക്കരണം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് താൻ ഈ സംഭവങ്ങൾ ഏറ്റെടുത്തതെന്നും PV അൻവർ കോഴിക്കോട്ട് പറഞ്ഞു. സർക്കാരിന് മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സുജിത്താസ് IPS ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചവൻ, ഏറ്റവും കൂടുതൽ MDMA കേസ് പിടിച്ചവൻ, രാഷ്ട്രപതിയുടെ അവാർഡല്ല, യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് കൊടുക്കേണ്ടവൻ അവന് എന്നാണ് എന്റെ അഭിപ്രായം. അത്ര ബുദ്ധിയാ. അപ്പൊ അവിടെയാണ് വിഷയം. ഇതെല്ലാം നടക്കുന്നത് ഈ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. പക്ഷെ ഇപ്പത്തെ സ്ഥിതി എന്ത്? അവിടെയാണ് പ്രശ്നം. ഇതിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം. ആരോടാ പറയുന്നത്? മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി മുതലക്കുളം മൈതാനത്ത് നടത്തിയ വിശദീകരണ പൊതുയോഗത്തിലാണ് അൻവറിന്റെ പ്രതികരണം. മാമി കേസിന് തുമ്പുണ്ടാകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അന്വേഷണ സംഘത്തെ മാറ്റി. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന വിക്രം അന്വേഷണം തുടങ്ങി. 2 ദിവസം കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. ആദ്യം ചുമതല നൽകിയില്ല, പിന്നീട് എക്സൈസിലേക്ക് മാറ്റി. 100-ലേറെ ചെറുപ്പക്കാരെയാണ് പോലീസിലെ ക്രിമിനലുകൾ MDMA കേസിൽ കുടുക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പോലീസിലെ ചെറിയൊരു വിഭാഗം ക്രിമിനലുകളാണ് ലഹരിക്കച്ചവടത്തിന് പിന്നിൽ. നിയമങ്ങൾ പരിഗണിക്കാതെയാണ് പോലീസ് കേസെടുക്കുന്നതെന്നും ഇതേക്കുറിച്ച് ചോദിക്കാൻ ചെല്ലുന്ന പൊതുപ്രവർത്തകരെ പോലീസ് സ്റ്റേഷനുകളിൽ അപമാനിക്കുകയാണെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ഈ പറയുന്ന കേസിൽ പ്രതിയായിട്ടുള്ള ഒരു മകന്റെ പിതാവെന്ന നിലക്ക് നാട്ടിൽ ബഹിഷ്കരണം ഉണ്ടായി. അപ്പൊ ഞാൻ ആ കേസും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരം. ഈ മാമി കേസിന്റെ മറ്റൊരു രൂപം, എടവണ്ണ റിദാൻ വധക്കേസിന്റെ മറ്റൊരു രൂപം, ഇതൊക്കെ ഞാൻ പറയുന്ന ഈ ചക്രത്തിന്റെ ഉള്ളിലാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടൊരു പുനരന്വേഷണത്തിനുള്ള നിയമപരമായ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ വിചാരം നമ്മളൊരു കുറ്റം ചെയ്യുന്നില്ലല്ലോ, ഞാൻ വളരെ സുഖമായി ജീവിക്കരുത്, നമ്മൾ നിയമം നടപ്പിലാക്കി നിയമത്തിന് വിധേയമായി ജീവിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഈ MDMA കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 100-ലേറെ ചെറുപ്പക്കാരാണ് കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത്. ഒരു ബന്ധമില്ല. ഒന്ന് മണത്ത് നോക്കുന്ന ബന്ധമെങ്കിലും വേണ്ടേ? ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് P. രാജേഷ് കുമാർ അധ്യക്ഷനായി. കൺവീനർ അസ്ലം ബക്കർ പ്രസംഗിച്ചു. മാമി മുഹമ്മദിന്റെ കുടുംബാംഗങ്ങളും വിശദീകരണ പൊതുയോഗത്തിന് എത്തിയിരുന്നു. PV അൻവർ MLAയുടെ പ്രസംഗം കേൾക്കാൻ 100 കണക്കിന് ആളുകളാണ് മുതലക്കുളം മൈതാനത്ത് തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.